അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. അപ്പൊ 10,000 രൂപ ക്വസ്റ്റിലേക്ക് കടക്കുന്നു. അതെ. ടയർഡ്? നോട്ട് അറ്റ് ഓൾ. 1 കോടിയല്ലേ, അതിന്റെ പ്രതീക്ഷയില്ലല്ലേ, ടയർഡ്നെസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് റെഡി. ഓക്കെ, 10,000 രൂപ ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജഗദീഷ്, ചെറിയൊരു പ്രശ്നം. നമ്മൾ കഴിഞ്ഞ തവണ 4 ഓപ്ഷൻസ് കൊടുത്തിരുന്നു. ഇത്തവണ ചോദ്യത്തിന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഓരോ ഓപ്ഷനേ ഉള്ളൂ. കിട്ടിയ ഊട്ടി ചേട്ടൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പോയി. അപ്പോ ചോദ്യത്തിലേക്ക് വരികയാണ്. വെട്ടിയാൽ നീളം കൂടുന്നത് എന്താണ്? വെട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ വെട്ടിക്കൊണ്ടിരുന്നാൽ നീളം കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് എന്റെ പ്രത്യേകത. വെട്ടുംതോറും നീളം കൂടും. എന്തായിരിക്കും? വെട്ടുംതോറും നീണ്ടുപോകും. ഞാൻ ആദ്യം പെട്ടെന്ന് ഈ പല്ലിയുടെ കാര്യമൊക്കെ ആലോചിച്ചു. വെട്ടും വാല് പോയി നഷ്ടപ്പെട്ടാലും വീണ്ടും. നിങ്ങൾ ഒരുപാട് കാര്യം ആലോചിച്ചു. അമ്മയിൽ ആരെങ്കിലും വെട്ടി വീഴ്ത്തുന്നു ആലോചിച്ചില്ല. ആ വെട്ടലല്ലേ, വെട്ടിക്കഴിഞ്ഞിരുന്നാല് നീളം ഇങ്ങനെ കൂടും. വെട്ടിക്കഴിഞ്ഞാൽ കിട്ടും, നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊരു ലോജിക്കൽ മാൻ അല്ലേ? വഴിയാണോ? വഴി, ശരി ഉത്തരം. വഴി വെട്ടുംതോറും നീളും. ഇപ്പൊ നാഷണൽ ഹൈവേ അതോറിറ്റി ഒക്കെ ഇങ്ങനെ വെട്ടി നീട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ 10,000 രൂപ കയ്യിലായി. ഓക്കെ, സന്തോഷമായി. ഓക്കെ, അപ്പൊ ചോദ്യത്തിന്റെ ഒരു ശക്തി മനസ്സിലായല്ലോ? അന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ഇത്. കോമഡി മാത്രമല്ല, ഇത് ചിലപ്പോ ട്രാജഡി. പോകണം. ഈ നിലവാരത്തിലേക്ക് വരണം. അപ്പൊ 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 20,000 rupees. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20,000 രൂപയുടെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. കഴുത്തുണ്ട്, തലയില്ല. കൈയുണ്ട്, വിരലില്ല. വയറുണ്ട്, കുടലില്ല. ആരാണ് ഞാൻ? ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കഴുത്തുണ്ട്, തലയില്ല. കൈയുണ്ട്, വിരലില്ല. വയറുണ്ട്, കുടലില്ല. ആരാണ് ഞാൻ? ഇതാണ് ചോദ്യം. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്ലൂ ഇത് നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. ക്ലൂ വേണമെങ്കിൽ പറയാം, പക്ഷെ ക്ലൂ ഇല്ലാതെ നിങ്ങൾ പൈസ അടിച്ചു മാറ്റുന്നതാണ് എനിക്ക് കാണാൻ രസം. ഷർട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ആലോചിച്ചു കാണും ഒരിക്കലേ. റിയലി ടഫ് കേട്ടോ. മാത്രല്ല പൈസ ഉണ്ടാക്കുന്ന എന്ത് പാടാന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അല്ലേ? ഇത് ഞാൻ വളരെ ഒരു ഈസി ആയിട്ട് കോമഡി എന്നൊക്കെ പറഞ്ഞ 2 തമാശ പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചു. ഇന്നിപ്പോ എന്താ രാവിലെ ആലോചിച്ചോ? ഇങ്ങോട്ട് വന്നപ്പോ ആലോചിച്ച് എന്തായിരുന്നു? ഈ നിലവാരത്തിലേക്ക്, SKന്റെ നിലവാരത്തിലേക്ക് ഞാൻ ഉയരേണ്ടിയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇത് ഈസി ആയിട്ട് കുറച്ച് കോമഡിക്ക് വേണ്ടി വല്ലല്ലേ. എങ്ങനെ പറയും എന്നൊക്കെ ചോദിക്കുന്നതാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഇനി 30,000 രൂപയുടെ ചോദ്യം. 30,000. നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ നമ്മുടെ LED വാളിൽ വീഡിയോ തെളിയുന്നു. ഇത് എത്ര കൊല്ലം മുമ്പുള്ള HHP ഇത്? ഇത് എന്തായിരുന്നാലും 32 കൊല്ലമായി കാണും. 32 കൊല്ലത്തിന് മുമ്പ് അല്ലേ? അപ്പൊ അതേ ശക്തിയിൽ ഇപ്പോഴും പറയാൻ പറ്റൂല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ്. എക്സ്ക്യൂസ് അഥവാ എക്സ്ക്യൂസ് മീ എന്ന ഇംഗ്ലീഷ് വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? യെസ്, അപ്പോ ഇത് എനിക്കറിയാം. നിങ്ങൾക്ക് ഒത്തിരി ഇംഗ്ലീഷ് പരിജ്ഞാനം. ഇത് ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നല്ല. അല്ല, എക്സ്ക്യൂസ് മീ, ഇറ്റ് ഈസ് derived from Latin language. ലാറ്റിൻ. ഇത് ഈ ഡയലോഗ് ഈ സിനിമയിൽ കൊണ്ടുവന്നതിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണോ? അല്ല, പള്ളാശ്ശേരിയാണ് എഴുതി വെച്ചിരുന്നത്. അതിന്റെ ജെ പള്ളാശ്ശേരി ആയിരുന്നു അതിന്റെ റൈറ്റർ. ജെ പള്ളാശ്ശേരി, ഉണ്ണിത്താൻ, ഇവർ രണ്ടുപേരും അതില് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ റെൻഡറിംഗ് സ്റ്റൈൽ ചിത്രമാണോ? സിനിമ മുഖചിത്രം. അപ്പൊ അതിന്റെ സംസാര ശൈലി കൊണ്ടുവന്ന് പറഞ്ഞ മാത്രം ലോക ഇതിഹാസത്തിലേക്ക് ഇത് മാറ്റിയത് നമ്മളാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിങ്ങനെ കോളേജിലൊക്കെ അന്ന് ഇന്നത്തെ ഭാഷ വൈറലായിരുന്നു അന്നത്. അന്ന് വളരെ അതല്ലേ എക്സ്ക്യൂസ് മീ എന്നുള്ള കുറേ നാളെ ബാക്കി എല്ലാവരും വേറെ എന്ത് പരിപാടി നടക്കുമ്പോഴും ആൾക്കാരെ നമ്മൾ വരുമ്പോ എക്സ്ക്യൂസ് മീ എന്ന് പറയുമായിരുന്നു. അല്ല, നിങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോഴേ സാധാരണ ഈ നിങ്ങളുടെ ഓരോരോ പ്രയോഗങ്ങളുണ്ടല്ലോ. അതെ, ഇവിടെ അല്ലേ കാക്കത്തൂർ? ഇത് ദിവസല്ലേ? അതെ, ഇടത് ദിവസത്തെ. അപ്പൊ ഇത് പറയിക്കുവോ കുട്ടികൾ? കോളേജിലൊക്കെ പരിപാടിക്ക് ഫൈൻ ആർട്സ് കോളേജ് ഉദ്ഘാടനമൊക്കെ പോകുമല്ലോ. ഫുൾ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യില്ല. നിങ്ങൾ വനിതാ കോളേജ് മാത്രമേ ഉദ്ഘാടനത്തിന് പോകുന്നു പറഞ്ഞു അങ്ങനെ അല്ലേ? വനിത ഏത് കോളേജിലും പോകും. പക്ഷേ വിമൻസ് കോളേജിന് പ്രിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ. വിമൻസ് കോളേജിന് പ്രിഫറൻസ് ഉണ്ടോ? വനിതാ കോളേജിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് പലപ്പോഴും. അപ്പൊ ഒരു വർഷം ഞാൻ ചോദിച്ചോ പറഞ്ഞു, അയ്യോ അല്ല, വേറൊരാള് ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്, SKN.
അതുകൊണ്ട് ഇത്ര അവർ പറഞ്ഞു അവര് വനിതാ കോളേജിലെല്ലാം ആണെങ്കിൽ ഫ്രീ ആയിട്ട് വരാന്ന് SKN പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജഗദീഷിന് കാശ് തന്ന് വിളിക്കേണ്ട കാര്യമില്ലെന്ന് വേറെ നടക്കുന്നുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഉത്തരം ശരിയാണ്. താങ്കൾക്ക് 30,000 രൂപ കൈ കിട്ടി. ഓക്കെ. പൈസ കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലല്ലോ? സന്തോഷമല്ലേ? അല്ല, 1 കോടി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്ക് 30,000 രൂപ കിട്ടുമ്പോഴേ സന്തോഷിക്കാം. പെട്ടെന്ന് ക്യാരക്ടർ അല്ലേ? ശരി, അതായിരിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത 40,000 രൂപയുടെ ചോദ്യം. 40,000 rupees. മിസ്റ്റർ ജഗദീഷ്, മോണിറ്റർ, 40,000 രൂപയുടെ ചോദ്യം. വളരെ സിമ്പിൾ ചോദ്യമാണ്, ഏതൊരാൾക്കും പറയാം. ജൂലൈക്ക് മുമ്പ് ഓഗസ്റ്റ് വരുന്നത് എവിടെയാണ്? ജൂലൈക്ക് മുമ്പ് ഓഗസ്റ്റ് വരുന്നത് എവിടെയാണ്? അതിന്റെ ഉത്തരം രസകരമായിട്ടുള്ള ഉത്തരവാണെങ്കിൽ അതിപ്പോ നമ്മൾ 2 രീതിയിൽ അത് വരാം. 2 രീതിയിൽ വരാം. ഇതിൽ ഏത് ഉത്തരവാണ് ശരി ഉത്തരം എടുക്കുമല്ലോ? എടുക്കും, ഏതെടുത്താലും. ആദ്യത്തെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഓരോ പേജിനും നമ്മളിങ്ങനെ കലണ്ടർ ഇങ്ങനെ ഓഗസ്റ്റ് ഞാൻ എടുക്കുന്നില്ല. അല്ല, അങ്ങനെ ഇടാണെന്നുണ്ടെങ്കിൽ നമ്മള് ഓഗസ്റ്റ് ഇട്ടിട്ട് മറിച്ച് നോക്കിയിട്ട് ഓഗസ്റ്റിന് ശേഷം ജൂലൈ വരാം. അത് ഞാൻ എടുക്കുന്നില്ല. അപ്പൊ അത് എടുക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ആൽഫബറ്റിക് ഓർഡറിൽ എടുത്തിരുന്നാൽ അത് വരാൻ സാധ്യതയുള്ള ഡിക്ഷണറിയിലാണ്. ഉത്തരം ശരിയാണ്. ഇത് സാധാരണഗതിയിൽ ഫ്ലവേഴ്സ് കൂടില് ഏത് ഉത്തരം വെച്ചാൽ പിടിച്ചോ. ഒരു ഉത്തരം ഇങ്ങനെ നടക്കട്ടെ, ഒരെണ്ണം ഇങ്ങനെ നടക്കട്ടെ. ഓക്കെ, തീരുമാനിച്ചിറങ്ങിയിരിക്കുകയല്ലേ? അല്ല, ഇത് ടഫാണ്, ഈസി ഒന്നും അല്ല. പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും അല്ലേ? ഇപ്പം SKന്റെ നിലവാരത്തിലേക്ക് ഞാൻ വരുന്നുണ്ടല്ലോ. എന്റെ നിലവാരത്തിൽ മേളിൽ പോയി, എന്റെ തല ചവിട്ടിയിരിക്കുക. ഓക്കെ, അപ്പൊ ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 50,000. നിങ്ങള് പൈസ കിട്ടും. 1000 എന്ന് കേൾക്കുന്നതിനേക്കാളും ലക്ഷം എന്ന് കേൾക്കുമ്പോ മനുഷ്യനെല്ലാം ഒരു സന്തോഷമാണല്ലേ? ലക്ഷാധിപതി. ഈ 1,00,000 ചോദ്യം എന്ന് പറയുമ്പോഴേ ആ മുഖത്തുണ്ടാകുന്ന പൂക്കളൊക്കെ ഉദിച്ചു വരുന്നല്ലേ, കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന പോലെ അല്ലേ? ആ 1,00,000 ആണ് അതല്ലേ? അതെ, 1,00,000 അല്ലെ? 50,000 രൂപയുള്ളൂ. 1,00,000 രൂപയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം, 1,00,000 രൂപയുടെ ചോദ്യം. ചോദ്യം ഇതാണ്: ആനയുടെ ഒപ്പം വലിപ്പം ഉണ്ടെങ്കിലും തീരെ ഭാരമില്ല. എന്താണത്? ആനയുടെ ഒപ്പം വലിപ്പം ഉണ്ടെങ്കിലും തീരെ ഭാരമില്ല. എപ്പോഴും ആനയുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങൾ നടക്കുമ്പോഴും ഉണ്ടാവും. കിട്ടിയോ? എന്റെ കൈവിട്ട് പോയതാ. ഞാന് നിങ്ങളുടെ മുഖം കണ്ടപ്പോ, ഐശ്വര്യമുള്ള ഈ മുഖം കണ്ടപ്പോഴേ, ഐശ്വര്യമുള്ള മുഖം കണ്ടപ്പോ പറഞ്ഞു നിഴൽ മാത്രം വരും. നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന നിഴൽ മാത്രമേ ഉണ്ടാവും. കൂട്ടുകാരൻ പോലെ ചിലപ്പോ നമ്മുടെ കൂടെ നടക്കണമെന്നില്ല. ഇല്ല, ആരും നമ്മുടെ കൂടെ നടക്കണമെന്നില്ല. നമ്മൾ നടന്നാൽ അതിന്റെ കൂടെ എന്തായാലും നിഴലുണ്ടാവും, പ്രൊവൈഡഡ് there is light. വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ നിഴലുണ്ടാവൂ. എന്നാലും ഉത്തരം കറക്റ്റ് ആണ്. അപ്പൊ 1,00,000 രൂപ, 50,000. കൺഗ്രാറ്റുലേഷൻ. അല്ല, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ലെവലിൽ പൈസ കിട്ടിയ സന്ദർഭം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആകാശവാണിയിലെ ഒരു സംഗീതജ്ഞൻ ഡൽഹിയിലെ ഒരു കച്ചേരിക്ക് പോയി. കച്ചേരിക്ക് പോയ പേര് തലേന്ന് ദാസേട്ടനായിരുന്നു അവിടെ കച്ചേരിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തമിഴ്നാട്ടിലെ ഒരു പ്രശസ്ത വ്യവസായി ആയിരുന്നു ഇത് നടത്തുന്നത്. അപ്പൊ അന്ന് അദ്ദേഹത്തിന് ഒരു 5,000-6,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ഈ കച്ചേരി ചാർജ്. ഈ രണ്ടാമത് പോയ ആളിന്, ദാസേട്ടനല്ല, മറ്റേ സംഗീതജ്ഞന്. രാത്രിയിലായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ. അപ്പോൾ എത്ര രൂപ ചോദിക്കുന്നത് ഒരു പിടിയില്ല. അതേസമയം അദ്ദേഹത്തിന്റെ പൂത്ത കാശിരിപ്പുണ്ടെന്നുള്ള വിവരവും ഈ സംഗീതജ്ഞന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എത്രയാണ് നമ്മുടെ ചാർജ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനും ദാസും ഒക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാ, ഒരേ കോളേജിലൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ റേറ്റൊക്കെ ഒന്ന് തന്നെയാണ് വാങ്ങിക്കുന്നു പറഞ്ഞു. പുള്ളി പറഞ്ഞു ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത എമൗണ്ട് തന്നാ പുള്ളി എന്നെ യാത്രയാക്കിയത്. കാര്യം ദാസേട്ടന് കൊടുത്ത് അത്രയും പൈസ തന്നെ ഈ മനുഷ്യൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റി കാണത്തില്ല. അപ്പോൾ അതുപോലെ എപ്പോഴെങ്കിലും ജഗദീഷിക്ക് താങ്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതിഫലം കിട്ടുക. അന്ന് വീട്ടിൽ പോയി ഡോക്ടർ എമ്മയോടൊക്കെ പറഞ്ഞു, ഇടി എന്താ നടക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കാശ് കിട്ടിയ, പക്ഷെ അതിന്റെ ക്ലൈമാക്സ് വേറെയാണ്. മാതൃഭൂമിയുടെ ഫിലിം അവാർഡ് നൈറ്റ് കോഴിക്കോട് വെച്ച് നടക്കുന്നു. അതിൽ എനിക്ക് റെമ്യൂണറേഷൻ ഉണ്ട്. ഞാനാണ് ആങ്കർ ചെയ്തത്. ആങ്കർ ചെയ്തിട്ട് അതിനകത്ത് കവറിലിട്ട് കാശ് തന്നു. എന്റെ അടുത്ത് പ്രമോദ് കാശ് തന്നു. പ്രമോദിനെ അറിയാലോ? പ്രമോദ് കാശ് തന്നു. ഞാൻ റൂമിൽ കൊണ്ടുപോയി എണ്ണി നോക്കിയപ്പോ അവര് പറഞ്ഞതിന്റെ നേരെ ഇരട്ടിയുണ്ട്. ഞാൻ ഹാപ്പിയായി. എന്നിട്ട് ഞാൻ പ്രമോദിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, നിങ്ങള് ഹാപ്പി ആയിട്ട് കൂടുതൽ വെച്ചതാണോ അതോ കണക്ക് തെറ്റിയതാണോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ഫോൺ തിരിച്ചു വിളിച്ചു പറഞ്ഞു, ചേട്ടാ അത് കണക്ക് തെറ്റിയതാണ്. അല്ല, ആവശ്യമില്ലാത്തൊരു നമ്മള് പക്ഷേ നമ്മള് അത് നമ്മുടെ ആ സത്യസന്ധതയ്ക്ക് അവിടെ ഒരു വിലയുണ്ട്. നേരെ മറിച്ച് ഞാനിത്
കിട്ടി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ വീണ്ടും എന്നെ വിളിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ, കണക്ക് തെറ്റിയാണ്, പകുതി ഇങ്ങി തരണം. അത് മോശമല്ല. അപ്പൊ നിങ്ങൾ ഡിപ്ലോമാറ്റിക്, നിങ്ങൾ പറയും ഞാൻ എണ്ണി നോക്കിയില്ലായിരുന്നു, തെറ്റിയായിരുന്നു. നിങ്ങൾ അങ്ങനെ കളഞ്ഞാൽ ചോദിച്ചു നടന്ന സംഭവമാണ്, പെട്ടെന്ന് ആലോചിച്ചു. അതല്ലാതെ ഞാൻ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ലോട്ടറി കിട്ടി. ഞാൻ ആൾക്കാർക്ക് വെരിഫൈ ചെയ്യാം. അതെ, പിന്നെ അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞത്. എന്റെ സത്യസ്ഥിതി അതുകൊണ്ട്. ആരോഗ്യമുള്ള മനുഷ്യനാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 60,000 രൂപയുടെ ചോദ്യം. യതിഷി, തിരുവനന്തപുരത്തെ ഒരു നിയമസഭാ മണ്ഡലം, അതിന്റെ ആദ്യത്തെ 3 അക്ഷരത്തിൽ വെള്ളമുണ്ട്, ബാക്കിയുള്ള 2 അക്ഷരത്തിൽ വെള്ളമില്ല. ഏത് മണ്ഡലമാണത്? നിങ്ങളുടെ ജില്ലയാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അവിടെയൊക്കെ ഓടിക്കളിച്ചിട്ടുണ്ടാവും. തിരുവനന്തപുരത്തെ ഒരു മണ്ഡലം, അതിന്റെ ആദ്യത്തെ 3 അക്ഷരത്തിൽ വെള്ളമുണ്ട്, ബാക്കിയുള്ള 2 അക്ഷരത്തിൽ വെള്ളമില്ല. അപ്പൊ ടോട്ടൽ 5 അക്ഷരമാണ്. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഒരു സ്ഥലത്തിന്റെ പേര്, തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേര് തന്നെ 2 ഭാഗമായിട്ട് എടുക്കാം. രണ്ടാമത്തെ ഭാഗത്തിൽ വെള്ളമുണ്ട്, ആദ്യത്തെ ഭാഗത്തിൽ ഔഷധമുണ്ട്. ഏതാ? തിരുവനന്തപുരത്തുള്ള സ്ഥലം. അതെ. എന്നെ വിഷമിപ്പിക്കുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ വിഷമിപ്പിക്കണ്ടേ? തിരുവനന്തപുരത്ത് അല്ലേ? തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലം, രണ്ടാമത്തെ ഭാഗത്ത് വെള്ളമുണ്ട്, ആദ്യത്തെ ഭാഗത്ത് ഔഷധമുണ്ട്. കാഞ്ഞിരംകുളം. അപ്പോ പൈസ ഒന്നും കിട്ടിയില്ലെങ്കിൽ സന്തോഷം. അപ്പൊ ക്ലൂ ഇല്ലാതെ പറഞ്ഞാണ് സ്പെഷ്യൽ കൈയടി. അപ്പൊ ഞാൻ ഇതിന് ഉത്തരം പറയാം. ആദ്യത്തെ ഭാഗത്ത് വെള്ളമുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ അവിടെ നദിക്കരയെന്നോ പുഴക്കരയെന്നോ, പുഴക്കര ഇല്ല. പിന്നെ അരുവിയുണ്ട്, കര, അരുവിക്കര. ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ ജി കാർത്തികേയൻ മത്സരിച്ച മണ്ഡലം, അദ്ദേഹത്തിന്റെ മകൻ കെ ശബരിനാഥ് മത്സരിച്ച മണ്ഡലം. ഓക്കെ, എനിക്കൊന്ന് നിങ്ങൾക്കൊരു ആദ്യമൊക്കെ ആ ഒരു കോൺഗ്രസ് മനോഭാവമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ഞാൻ പഠിച്ചിരുന്ന കാലത്ത് KSU ആയിരുന്നു പഠിച്ചിരുന്ന കാലത്ത്. പിന്നീട് അങ്ങനെ രാഷ്ട്രീയ ഒരു പ്രത്യേകിച്ച് സാഹചര്യത്തിൽ മത്സരിച്ചു എന്നല്ലാതെ എനിക്ക് എല്ലാ പാർട്ടികളോടും, എനിക്ക് വിശേഷിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാവരോടും ബഹുമാനമാണ്. അതിന്റെ കഷ്ടപ്പാട് മനസ്സിലായതല്ലേ? അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ ഓരോ സ്ഥാനാർത്ഥിയും, അത് ഏത് സ്ഥാനാർത്ഥിയാലും 4 മണി മുതൽ രാത്രി 12 മണി വരെ ഒരുപാട് അധ്വാനിച്ചാലായിരിക്കും അവർക്ക് തെരഞ്ഞെടുപ്പിൽ ആ യജ്ഞം പൂർത്തിയാക്കാൻ കഴിയും. അതുകൊണ്ട് അവരോട് എനിക്ക് വലിയ ബഹുമാനം. തൊപ്പിട്ടാലും അയ്യോ, മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കില്ല. ഇല്ല, അയ്യോ സ്ഥാനാർത്ഥി അങ്ങനൊന്നും പറയരുത്, അടുത്ത വോട്ട് കവർ ചെയ്യണം, വരും വിളിച്ചോണ്ട് പോകും. ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണം കഴിക്കാനും കിട്ടിയാ കിട്ടി. ഓക്കെ, അല്ല അന്ന് തടി കുറഞ്ഞോ? പിന്നെ തീർച്ചയായിട്ടും ഓടി. വീട്ടുകാരെന്താ പറയുന്നത്? അതും നമ്മുടെ ഇവിടെ നാട്ടിൽ ഇലക്ഷൻ വരുന്ന എല്ലാം സമ്മറിലാണ്. നിങ്ങൾ ഈ പത്തനാപുരത്ത് മത്സരിക്കാൻ പോകുമ്പോഴേ നല്ല വാക്ക് പറഞ്ഞില്ലേ ഭാര്യ? അല്ല, നിങ്ങൾ കാര്യങ്ങൾ ഉപദേശിച്ചല്ല, കഴിയുന്നത് മത്സരിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്റെ അടുത്ത്. പിന്നെ ഇഷ്ടം, അത് നല്ലൊരു സമ്മർദ്ദം വന്നിരുന്നു. യഥാർത്ഥത്തിൽ അടുത്ത ബ്രേക്കിംഗ് ന്യൂസ്, ഈ പത്തനാപുരത്ത് മത്സരിക്കേണ്ട ആള് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. അടുത്ത രഹസ്യം, ബ്രേക്കിംഗ് ന്യൂസ്. യെസ്, രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ണിത്താനായിരുന്നു. അല്ല, നറുക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രിഫർ ചെയ്തത് കുണ്ട്രയാണ്. അദ്ദേഹത്തിന് കുണ്ട്ര വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. പിന്നെ മാത്രമല്ല, അവിടത്തേക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാണ്ടായി. അപ്പോൾ അവിടെ ഒരു ഭയങ്കര സമ്മർദ്ദം ചെലുത്തി അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ. ഏഷ്യാനെറ്റിൽ ഞാൻ കോമഡി സ്റ്റാർസിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന അവസരത്തിലാണ് UDFന്റെ എല്ലാ ആൾക്കാരും കൂടെ വന്ന് ഒരു പ്രഷറൈസ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ ഒരു കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അന്നത്തെ എന്റെ പ്രൊഡ്യൂസർ 100% പറഞ്ഞു, ബൈജു മെല്ല് പറഞ്ഞു, അവിടെ ചേട്ടാ 100% ജയിക്കും എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളോട് വേറെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ പത്തനാപുരം ഒരു മണ്ഡലത്തിൽ KB ഗണേഷ്കുമാറിനെ തോൽപ്പിച്ച് പുള്ളി പറഞ്ഞത് ഞാൻ അവിടെ ജയിക്കും, 100% ഉറപ്പായിട്ട് ജയിക്കും എന്ന് പറഞ്ഞിട്ട് 2-3 നേരം ഫോൺ ചെയ്ത് ജയിക്കൂലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം അത് പുള്ളി പ്ലാൻ ചെയ്താണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരെല്ലാം പറഞ്ഞു ഉറപ്പായിട്ടും ജയിക്കും. പോയി മത്സരിച്ചാ മതി അല്ലേ? സംഭവിക്കേണ്ടത് സംഭവിച്ചു. മാത്രമല്ല, അതും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. അതെ, ഇതൊക്കെ പുതിയ വിവരമാണ്. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതണം. ആ പുസ്തകം എഴുതിയ പക്ഷെ വേറെ ഉണ്ട്. ആ പുസ്തകം എനിക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ അറിയാം, അതിന് ഒരുപാട് വോള്യങ്ങൾ വേണ്ടി വരും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ബൈജു മേല്ല, എന്റെ മേലക്കാരാ ജഗദീഷിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോളാം അല്ലേ? ഓക്കെ. അല്ല, കൂട്ടത്തിൽ പറഞ്ഞ ഈ ബൈജു മേലിലെയും ഈ നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാ. അതെ, അതുകൊണ്ട് അത്ര ഉറപ്പിച്ച് പറഞ്ഞു അതെ നിങ്ങൾ ജയിക്കുമെന്നുള്ളത്. പുള്ളി വോട്ട് ചെയ്തായിരുന്നു. പുള്ളി വോട്ട് ചെയ്ത് KB ഗണേഷ്കുമാറാണെന്ന് എനിക്ക് സംശയം അറിയില്ലല്ലേ? ഓക്കെ, നമുക്കിനി 70,000 രൂപയുടെ ചോദ്യം.
ചോദ്യം ഇതാണ് ജഗദീഷ്, നിങ്ങൾ കേൾക്കുമ്പോൾ വിഷമം തോന്നരുത്. നിന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗം ഏതാണ്? പ്രസവിച്ച് കിടക്കാന്നാണല്ലോ നമ്മുടെ നാട്ടിൽ പറയുക. പക്ഷെ ഇത് അങ്ങനെയല്ല. നിന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗം ഏതാണ്? ഒരു സഹായം എടുത്താലോ? നമുക്ക് എടുക്കാം. ആരുടെ ഹെൽപ്പ് ലൈൻ എടുക്കണം? കുട്ടേട്ടന്റെ എടുക്കാം. പറയൂ ബോസ്. കുട്ടേട്ടാ പറയൂ. PV ജഗദീഷ് കുമാർ, M.Com ഫസ്റ്റ് റാങ്ക്. ഹി വാണ്ട്സ് എ ഹെൽപ്പ് ലൈൻ. മെന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗം. അതെ, മനുഷ്യന്റെ കാര്യമല്ല ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ജിറാഫ് ആയിരിക്കും എന്ന്. വിശ്വസിക്കാമോ കുട്ടേട്ടാ? തീർച്ചയായും വിശ്വസിക്കാം. കുട്ടേട്ടൻ കള്ളം പറയാറില്ല. അപ്പോ ജിറാഫ്. ജിറാഫ്. ആ ഉത്തരം എടുക്കുന്നോ നിങ്ങൾ? അതെ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ? അതെ. ആർ യു കോൺഫിഡന്റ്? യെസ്, വെരി മച്ച്, വെരി മച്ച്. ഓക്കെ, വെരി മച്ച് കോൺഫിഡന്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിന്നുകൊണ്ട് പ്രസവിക്കുന്ന മൃഗം ജിറാഫ്. താങ്ക് യു, താങ്ക് യു. അപ്പൊ 70,000 രൂപ കിട്ടിയിട്ടുണ്ട്. Okay. 80,000-ലേക്കാണ്. 80 കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷപ്പെടുന്ന മറ്റു കാര്യം കൂടി സംഭവിക്കും. പിന്നെ ലക്ഷത്തിന്റെ കളിയാ. ഇരട്ടി ഇരട്ടിയായി. അതാണ് വേണ്ടത്. പെട്ടെന്ന് അതിലോട്ട് പോ. പെട്ടെന്ന് പോട്ടെ അല്ലേ? തിരിഞ്ഞു പിടിച്ച് പോട്ടെ. അപ്പോ 80,000 രൂപയുടെ ചോദ്യമാണ്. പുരുഷനാണോ സ്ത്രീക്കാണോ കൂടുതൽ വാരിയില്ലുകൾ? അതാണ് എന്റെ ചോദ്യം. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. കിട്ടിയോ? ഒരു വാരിയെടുത്ത് കൊടുത്തില്ലേ? ഒരു വാരിയെടുത്ത് കൊടുത്തു എന്നല്ലേ? ഇല്ല, ബന്ധമില്ല. ഇതൊരു ഫാക്ട് ആണ്, ഒരു ഫിസിയോളജിക്കൽ ഫാക്ട്. യെസ്. ഡോക്ടർ രമയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും തുല്യമാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഉത്തരം ശരിയാണ്. ഇവിടെ പുരുഷന്റെ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാം? ഈ പുരുഷന്മാര് ചിലപ്പോ ഭാര്യമാരെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളെ കുറിച്ചോ അവക്കൊരു എല്ല് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സയന്റിഫിക്കലി റോങ് ആണ്. സയന്റിഫിക്കലി റോങ് എന്ന് മാത്രമല്ല, പൊളിറ്റിക്കലി ഓൾസോ ഇൻകറക്റ്റ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അങ്ങനെ അവൾക്കൊരു എല്ല് കൂടുതലാണെന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കാൻ പാടില്ല. സ്ത്രീത്വത്തിന്റെ മഹത്വം എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കണം. എല്ല് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൂടുതലാണെന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയല്ല, പുരുഷൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എല്ലാവരും അവനൊരു എല്ല് കൂടുതലാണെന്ന് പറയുന്നുണ്ട്, സ്ത്രീകളും പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല? അത് സ്ത്രീകളും പറയാൻ പാടില്ല. അത് സ്ത്രീകളും പറയാൻ പാടില്ല കേട്ടോ. ഞാൻ അങ്ങനെ സ്ത്രീപക്ഷം മാത്രം പിടിക്കില്ല, സ്ത്രീകളും തിരിച്ചു പറയാൻ പാടില്ല. എത്താന്നറിയോ നമ്പർ? 24. 24 വാരിയലുകൾ വീതം സ്ത്രീക്കുണ്ട് പുരുഷനുണ്ട്. അതുകൊണ്ട് തുല്യമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ചാനലിന് പേരിട്ടത് എല്ലിന്റെ ഉറപ്പ് വെച്ച് 24. അല്ല, ഇവര് ഇടയ്ക്ക് ഒരു കാര്യം പറയണം. നമ്മുടെ ഈ 24-ലെ മധു കൊട്ടാരക്കര എന്ന ഒരാളുണ്ട്. അമേരിക്ക. പുള്ളിക്കാരന് ന്യൂജേഴ്സി നിന്ന് വിളിക്കുമ്പോ ഇവിടെ വരെ കേൾക്കാൻ വേണ്ടി 24 നീട്ടി അങ്ങ് വിളിക്കുക. കൊട്ടാരക്കര വരെ കേൾക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. മാത്രമല്ല, സ്റ്റേജിൽ ഞാൻ അമേരിക്കൻ പ്രോഗ്രാമിൽ പോയപ്പോ അവിടെ വെച്ച് കണ്ടു അല്ലേ? അവിടെ വെച്ച് കണ്ടതിന്റെ അല്ല, അവിടെ വെച്ച് ഞാൻ ഈ സ്റ്റേജിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഓരോ ആക്ടേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഞാനാണ് ആങ്കർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു സുരാജ് വെഞ്ഞാറമ്മൂന്റെ ഒരു എൻട്രി സമയത്താണ്. അതേ സിനിമ വന്നിട്ട് 1 വർഷമായുള്ളൂ. ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന സമയമാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ, മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ സുരാജ് വെഞ്ഞാറമ്മൂണ്ടായിരുന്നു. അപ്പൊ ഞാൻ അനൗൺസ് ചെയ്തു, അടുത്ത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ പ്ലീസ് വെൽക്കം സുരാജ് വെഞ്ഞാറമ്മൂട്. ആ മൂടങ്ങ് നീട്ടിയല്ലേ, ഒരൊറ്റ പോക്ക്. അതുപോലെയാണ് കൊട്ടാരക്കര. അപ്പൊ അത് നന്നായി. അപ്പൊ നിങ്ങൾ ഈ അവതാരകന്റെ റോള് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? എവിടെ പോയാലും നിങ്ങൾ അല്ലേ? ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഈ ഫംഗ്ഷൻസ്, അവാർഡ് ഫംഗ്ഷൻസിന് ആങ്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇംഗ്ലീഷ് ഒക്കെ വാരി വെതറാം. അല്ലെ, വാരി വെതറെന്നാൽ എന്നെക്കാളൊക്കെ മിടുക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. അത്യാവശ്യം തെറ്റില്ലാതൊക്കെ പറയാൻ പറ്റും. പിന്നെ ഉച്ചാരണം കഴിയുന്നത് തെറ്റാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും താങ്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു കലാരൂപമാണ് കഥാപ്രസംഗം. കഥാപ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആക്ടിങ്ങിൽ ഞാൻ കഥാപ്രസംഗം എന്ന കല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം, കഥാപ്രസംഗത്തിന് അഭിനയിക്കാനുള്ള കഴിവ് വേണം, പാടാനുള്ള കഴിവ് വേണം, മനോഹരമായി പറയാനുള്ള കഴിവ് വേണം. ഇതെല്ലാം ദൈവം കൊടുത്തിട്ടുള്ള ഒരു കലാകാരനാണ് സാംബശിവൻ സാർ. അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ ഈ വിദ്യാർത്ഥി ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം ഒരുപാട് കേട്ടിട്ടുണ്ട്. കഥാപ്രസംഗം ഞാൻ അത് കോമഡി രൂപത്തിലൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഈ വിശ്വ ക്ലാസിക്കുകളെ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഇത്രത്തോളം നല്ല രീതിയിൽ എത്തിച്ച വേറൊരു കലാകാരനില്ല. അതും ക്ലാസിക്സിനെയൊക്കെ, അനീസി ആയിക്കോട്ടെ, ആന്റണിയൻ ക്ലിയോപാട്ര ആയിക്കോട്ടെ, ബിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാമായിക്കോട്ടെ, 20ാം നൂറ്റാണ്ടായിക്കോട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആ ശൈലി ഉണ്ടല്ലോ, അനീസി എന്നൊക്കെ പറയുമ്പോൾ നികിതയോട് ചോദിച്ചു, തരുന്നു ഞാനിതാ എൻ ഹൃദയം, തരുമോ പകരം നിൻ ഹൃദയം, തരുമോ പകരം നിൻ ഹൃദയം,
തരുമോ നികിത നിൻ ഹൃദയം തരുന്നു ഞാനിതാ എൻ ഹൃദയം. അങ്ങനെ നികിത ചോദിക്കുകയാണ്. സുന്ദരിയായ, അതീവ സുന്ദരിയായ, മനോഹരമായ കണ്ണുകൾ, മനോഹരമായ ചെഞ്ചുണ്ടുകൾ, പവിഴ പോലത്തെ ആ ചെഞ്ചുണ്ടുകളോടുകൂടി അനീസ്യ ചോദിക്കുകയാണ് നികിത എന്ന ആ തന്റെ കാമുകനോട് ചോദിച്ചു, ഞാനിതാ എൻ ഹൃദയം തരുമോ പകരം നിൻ ഹൃദയം. 20-ാം നൂറ്റാണ്ട്. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ബിമൽ മിത്രയുടെ 20-ാം നൂറ്റാണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടമാണ്. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടം. യുദ്ധം യുദ്ധം 2ാം ലോക മഹായുദ്ധം, യുദ്ധം യുദ്ധം 2ാം ലോക മഹായുദ്ധം. നേതാക്കന്മാർ ഒളിവിൽ, മഹാത്മാഗാന്ധി അറസ്റ്റിൽ, കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ കിരണൻ കസ്റ്റഡിയിൽ. ഇത് മനോഹരമായിട്ട് അവതരിപ്പിച്ചു. സൂപ്പർ. കിട്ടില്ല കേട്ടോ. എനിക്കൊന്നും നിങ്ങളെ സിനിമയിൽ നിന്ന് ഔട്ടാക്കിയാലും പ്രയോജനമില്ല. കഥ പറഞ്ഞ് നിങ്ങൾ തകർത്ത് കളയും. എനിക്ക് ഇഷ്ടപ്പെട്ട കലയാണ്. സൂപ്പർ. അതെ, വലിയ കലയാണ്. ഒരു കഥാപ്രസംഗത്തിന് വേണ്ട എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അല്ല, അദ്ദേഹത്തിന് വലിയുണ്ട്. സാംബശിവൻ സാറിന് ഒരു ട്രിബ്യൂട്ട്. ഇത് അദ്ദേഹത്തിന്റെ എന്താ പറയാ, അകലങ്ങളിരുന്ന് അദ്ദേഹത്തിന് ഒരു അഞ്ജലി ആയിട്ടാണ് ഞാൻ ഈ രണ്ട്. ഷുവർ ഷുവർ ഷുവർ. അപ്പൊ ഈ സാംബശിവൻ അപ്പുറം ഒരു കാഥീനം കാണാം. ഇല്ല ഒരിക്കലും ഇല്ല. നിങ്ങൾ പറഞ്ഞ തന്നെയാണ്. അതായത് ലോക ക്ലാസിക്കൽ. അത് ഈ ക്ലാസിക്കൽ ആരാ കേൾക്കുന്നത്? അതായത് പാവപ്പെട്ട മുത്തശ്ശി വെളുപ്പാങ്കാലത്ത് 3-ാമത്തെ കഥയായിരിക്കും. 3 മണിക്കൊക്കെ പുൽപ്പായും തെറുത്ത് അമ്പലപ്പറമ്പിൽ വന്ന് ഇരിക്കുന്ന മുത്തശ്ശിയെ ഉറക്കാതെ ഈ കഥ പറഞ്ഞ് കഥാപാത്രങ്ങൾ ആക്ടിങ് കൂടെ അതിനകത്ത് കൊണ്ടുവരും. അവിടെ ചെന്നപ്പോ അവിടെ രാവിലെ അവിടെ വരികയാണ് റേഷൻ കട മുതലാളിയോട് ചോദിക്കാൻ, സാറേ വന്നോ? വന്നില്ല. എപ്പോ വരും? നാളെ വരും. പച്ചരിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ രണ്ടുപേരാണ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും അവതരിപ്പിക്കുന്ന തനിച്ചാണ്. പ്രായമായ നിന്റെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കണം. അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്നെ പറയുന്ന പ്രായത്തിനനുസരിച്ചുള്ള ഒരു സംഭവം. പിന്നെ കിടിലം. Mr. M.G. Shirwar is coming. His great friend Jagadish is waiting for you. പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയും വിളിച്ച് പാട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങൾ. ഞാൻ കാറിൽ പോയപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ കാറിൽ പോയപ്പോൾ ആ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഈ ഭക്തിഗാനങ്ങളിൽ ദാസേട്ടന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഏക ഗായകൻ MG ശ്രീകുമാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ വിളിച്ച് ശ്രീകുട്ടനെ അറിയിച്ചു. സത്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ മനോധർമ്മമുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് ആ ഭക്തിഗാനം കുറേ നേരം ഇട്ടിട്ടേ പിന്നെ സിനിമ പാട്ടുകളിലേക്ക് പോകാറുള്ളൂ. ചിലരാണെങ്കിൽ ആദ്യമേ ഒരു സെൻസും ഇല്ലാതെ ആദ്യം കയറി ഉടന്ന് മരണം വാതിൽ എന്ന് ഇട്ട് കഴിഞ്ഞിരുന്ന ആദ്യം കയറുമ്പോ തന്നെ ആലോചിച്ച് കഴിഞ്ഞു. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഇവിടെ നമ്മുടെ ശരത്തിനെ കൊണ്ടുവരുന്ന കാറില് എന്റെ ഒരു ആരാധകനാണ് വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹം ഇടുന്ന ഒരു 25 പാട്ട് എന്റെ. അവസാനം 3-ാമത്തെ ദിവസം ശരത്തി ചോദിച്ചു, ഈ പാട്ടേ ഉള്ളൂ? ഒരൊറ്റ പാട്ടും ഇല്ല. ഈ ഭക്തിഗാനം, അയ്യപ്പ ഭക്തിഗാനം മാത്രമേ ഉള്ളൂ ആ കാറിൽ. അപ്പം ഇതുപോലെ വിളിച്ചതിന് ഒരുപാട് നന്ദി. വളരെ സന്തോഷം. കാരണം ശ്രീകുട്ടന്റെ സാന്നിധ്യം എന്ന് പറയുന്ന ഇത്തരം ഷോകളില് ശ്രീകുട്ടൻ ഇന്നും എന്താ പറയാ ഒരു ഫ്ലവർ ആയിട്ട് നിൽക്കുകയാണ്. അല്ല, MGയുടെ കാര്യം ഞാൻ പൊതു സ്റ്റേജിൽ പറയുന്നത് അറിയാം. പാട്ടും പറച്ചിലും ഒന്നിച്ച് സംഗമിക്കുന്ന ഏക സംഗീതജ്ഞനാണ്. അതെ. നമ്മുടെ സാംബശിവന്റെ കാര്യം സ്പോക്കൺ വേർഡ് കാണും, മ്യൂസിക് കാണത്തില്ല, മ്യൂസിക് കാണും, സ്പോക്കൺ കാണത്തില്ല. അല്ല, ഈ മാത്രമല്ല കുറെ പാട്ട് പാടി കേട്ടോ. അതാണ് എന്റെ പ്രശ്നം. അപ്പോഴാണ് ഞങ്ങള് തമ്മിലുള്ള പ്രശ്നം ഉദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ജഗദീഷിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു മഞ്ഞുകുട്ടികൾ തന്നെ ഒരു 4 വരി പാടിക്കോട്ടെ. കാരണം ഞാനിവിടെ ജഗദീഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജഗദീഷിനെ ഒന്ന് പാടി കേൾപ്പിക്കണം തീരുമാനിച്ചു. കാരണം ഞാൻ രാജാമണിയാണ് മ്യൂസിക്. വെൽക്കം ടു കൊടൈക്കനാൽ എന്നുള്ള ചിത്രത്തില് ജഗദീഷിന് വേണ്ടി എല്ലാ പാട്ടുകളും പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു. രാജാമണി സാറിന്റെ സംഗീതം. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞുഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ നെഞ്ഞുഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ. പൂത്ത മാമരം നേർത്ത ചാമരം വീശി വീശി ഞാൻ ഉറങ്ങി അലസ സരസ സുഖത ശയനം. മഞ്ഞുകൂട്ടികൾ തെന്നലാട്ടികൾ
നെഞ്ഞുഴിഞ്ഞു കാലമുമ്മ തന്ന പാട്ടുകൾ സ്വയം മറന്നു പ്രിയങ്കരങ്ങളെ നിറങ്ങൾ പാടുമീ നിറഞ്ഞ വേളയിൽ. അത് അത് പാട്ട് തന്നെയല്ലേ? അതെ. ഓക്കെ, അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ. അപ്പൊ അതിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നെ പാതയോരമായ വേറൊരു കാര്യം, അദ്ദേഹം മറ്റേ നമ്മൾ തമ്മിൽ ഒരു ഷോയിലിരുന്നല്ലോ കുറെ കാലം. അതെ. അങ്ങനെ അതിലിരുന്ന് ഞങ്ങൾ ഇൻട്രോ ഗാനം പാടാൻ തുടങ്ങി. ആ. അങ്ങനെ പാടി 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 എന്നെ വെട്ടി. അല്ല, ഗുരുവല്ലേ, എനിക്ക് പറഞ്ഞു തരും കേട്ടോ, എനിക്ക് പറഞ്ഞു തരും കാര്യങ്ങൾ. ഈ അന്നത്തെ മ്യൂസിക് ഡയറക്ടറായിട്ട് കീബോർഡിസ്റ്റ് രാജൻ ഒരുപാട് എന്നെ തിരുത്തിയിട്ടുണ്ട്. അതിൽ ശ്രീകുട്ടൻ പറഞ്ഞൊരു എളുപ്പ വഴികൾ അത് ജഗദീഷേ, അത് ഇവിടെ കുറച്ചൊന്ന് ആരോഹണം അവരോഹണം. ഇവരുടെ പ്രോഗ്രാം കണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതെന്തുകൊണ്ടാണ് സ്വരസ്ഥാനം എന്ന് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു അധ്യാപകരാണ്. ഇപ്പം പറയുന്ന ആൾ മാത്രമല്ല. അല്ല, അതിന്റെ ഏറ്റവും കൂടുതൽ ഫലം അനുഭവിക്കുന്നത് ഇപ്പൊ സോണി ടി വി ഒക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാലേ ഇപ്പൊ ഈയിടെ ഒരാൾ യൂട്യൂബിൽ ഒരു സന്ദേശം അയച്ചാൽ എനിക്ക്, അതായത് നമ്മുടെ പയ്യന്മാരൊക്കെ കൊച്ചുങ്ങളൊക്കെ അവിടെ പോയിട്ട് സോണിയിൽ തകർത്തോണ്ടിരിക്കുക, ഹിന്ദി പാട്ടൊക്കെ കിടിലൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അവർക്ക് എവിടെയാ ട്രെയിനിങ്, എവരാണ് ട്രെയിൻ ചെയ്ത് കാര്യം ഉഗ്ര ഒരു സാധനത്തിന് അങ്ങോട്ട് അയച്ചു. നമ്മള് സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജ് പറയാറുണ്ടല്ലോ, അടിച്ചു മാറ്റുക. അതാണ് അല്ലേ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രെയിൻ ചെയ്ത് ഗ്രൂം ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഏത് രീതി സംസാരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് നേരെ കൊണ്ടുപോയി ചുമ്മാ അങ്ങ് പാടിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, മാത്രമല്ല ഈ പാട്ട് പാടാൻ നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചങ്കൂറ്റം ഉണ്ടായത് ഇവർ തന്ന കോൺഫിഡൻസ് കാരണമാണ്. അത് കാരണം ഏത് പാട്ടും ഞാൻ ചിലപ്പോൾ പാടും. ഇതിപ്പോ ഒരു രണ്ടു വരി കേൾക്കും. മെഹലൗദാസർ ഗലിയാൻ സുനി മെഹലൗദാസ് और गलियां सुनी महलवदास महलवदास रे महलवदास महलवदास और गलियां കൈവിട്ട് പോയേനെ. ഇത് മുഹമ്മദ് റാഫിയുടെ അദ്ദേഹത്തിന്റെ പാട്ടാണ്. പക്ഷെ അത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യവും പിന്നെ ഒരു വേറെ കാര്യമുണ്ട്, ബേസിക് ആയിട്ടൊരു ജ്ഞാനമുണ്ട്. അതില്ലേ ഒന്നും പറ്റില്ല. താളം, ജ്ഞാനം, പിന്നെ അതിന്റെ മേളിൽ ചങ്കുറ്റം ആകാമല്ലോ. അതെ 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 അല്ല, എനിക്ക് ഇവരോടുള്ള സ്നേഹവും ബഹുമാനവും എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ജീവിതത്തിൽ, ഈ പറഞ്ഞല്ലോ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല, ചെറിയ ചെറിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മറക്കുന്നത് ഈ സംഗീതവുമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുമ്പോഴാണ്. ശ്രീകുട്ടിൻ്റെ പാട്ട് കേട്ടായിക്കോട്ടെ, ദാസേട്ടൻ്റെ പാട്ട്, ജയേട്ടൻ്റെ പാട്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ റഫീ സാബിന്റെ, കിഷോർ ദായുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് അറിയാം. കണ്ടമാനം പാട്ട്, ഇന്ത്യ വിദ്വാനാ. അല്ല എം ജി, ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ പാട്ടിനെ എങ്ങനെ ഒറ്റ വരിയിൽ വിലയിരുത്തി? അല്ല, നന്നായിട്ട് പാടും. അല്ല, അതിന് വേണമല്ലോ ഒരു ചങ്കൂറ്റം. ചങ്കൂറ്റത്തിന് വേണം ഒരു ചങ്കൂറ്റം. അതായത് ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്, അതായത് എനിക്ക് പാടാം എന്നുള്ള കോൺഫിഡൻസ് മാത്രമല്ല, പാടിയൂടെ? ഇല്ല, അത് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ്. അത് സിനിമയിൽ വരെ പാടിയ ഒരു ഗായകനാണ്. അതെന്തായാലും അത് പാടിക്കാൻ മറന്നുപോയി. അതെന്തായാലും ഇപ്പൊ പാടാം. അപ്പൊ നമുക്ക് എത്ര പാടാൻ കഴിവുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ ഒരു കുട്ടി പാടി, ജാൻവി എന്നൊരു കുട്ടി പാടി. ആ കുട്ടിക്ക് നന്നായിട്ട് പാടാൻ സാധിക്കും. പക്ഷേ അനുപല്ലവി കുറച്ച് ഷാറ്റേഡായി. ചരണം നന്നായിട്ട് പാടി. ദാറ്റ് മീൻസ് അനുപല്ലവിന്റെ ആണല്ലോ ചരണം, സെയിം ട്യൂണാണല്ലോ. അപ്പൊ ആ കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. പക്ഷെ ജഗദീഷിന് ഓവർ കോൺഫിഡൻസ്. അതായത് ഞാൻ പാടും, ഫലിപ്പിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. വേണമെങ്കിൽ കേട്ടോ, അത് ഒപ്പിച്ചിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കുറച്ചല്ല, നമ്മൾ പാടിയിരിക്കും. അതായത് തൊട്ട് കഴിഞ്ഞാൽ ഒരു എന്താണ്, ഒരു സ്പ്രിങ് ആണ്. അത് പിന്നെ അതങ്ങ് തെറിപ്പിക്കും. വേണമെങ്കിൽ ഇപ്പൊ ഒരു പാട്ട് അല്ല, നേരത്തെ ഉള്ള പാട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പാട്ടുണ്ട്. അത് ഉഗ്രം പാട്ടാണ്, എസ്.പി. വെങ്കടേഷ് സാറിന്റെ. കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടുകിളി കക്കും നെന്തിനുള്ളം വനചാരുതേ വരുചാരണീ. കൊക്കും പൂഞ്ചിറകുമൊക്കും കാട്ടുകിളി കക്കും നെന്തിനുള്ളം വനചാരുതേ
വരുചാരെ നീ. അസലായിട്ട് പാടി. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇപ്പൊ എനിക്കിപ്പോ അന്ന് പേടിയുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഞെട്ടിപ്പോയി. എനിക്ക് പേടിയുള്ള ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അന്ന്. കാരണം ഇനി ജഗദീഷ് ഇനി പിന്നണി ഗാനരംഗത്തേക്ക് അങ്ങനെയൊന്നും ദൈവം നമ്മളാക്കൂല. ദൈവത്തിന് സത്യം അറിയാം. MG ചേച്ചി അവിടുന്ന് വിളിക്കുന്നുണ്ട്, അടുത്ത സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഫ്ലോറിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം, താങ്ക് യു വെരി മച്ച്. പിന്നെ ജഗദീഷിനെ കുറിച്ച് പറയണ്ടേ, ഇത്രയും അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് എന്ത് സബ്ജക്റ്റിലായാലും, പഠിപ്പിക്കുന്നതിലായാലും പാടുന്നതിലായാലും അഭിനയിക്കുന്നതിലായാലും ഇത്രയും സ്ട്രെയിൻ എടുക്കുകയും അതുപോലെ പെർഫെക്ഷൻ്റെ അങ്ങേ അറ്റം വരെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ജഗദീഷ്. ഒന്ന്. രണ്ട്, ഞങ്ങൾ വളരെ ബാല്യകാല സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ തുടക്കം മുഴുവൻ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ്. പ്രിയദർശനായാലും മോഹൻലാലായാലും ഞങ്ങളെല്ലാം ഒരുമിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പായിൽ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത വ്യക്തികളാണ്. പിന്നെ അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കോള്, അത് 1 മണിക്കൂർ ദൈർഘ്യം കാണും, അത്രേ ഉള്ളൂ. വിളിക്കുമ്പോ 1 മണിക്കൂർ ദൈർഘ്യമുള്ള മുഴുവൻ സംഭവങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുന്ന ഒരു വിളി. ഇവിടെ വല്ല സഹായിക്കാനൊന്നും ഇല്ലല്ലോ. എനിക്ക് സമയവും ഇല്ല. അത് ഒരു കാര്യമുണ്ട് കേട്ടോ, പൈസ പറഞ്ഞു. ഫസ്റ്റ് റാങ്ക്. അത് ശ്രീജി ഒന്ന് ശ്രദ്ധിച്ചോണം. പൈസ ഇവിടുന്ന് എന്തെങ്കിലും ചില്ലറ പൈസ ഉണ്ടെങ്കിലും എണ്ണി വാങ്ങിച്ചിട്ട് ഈ ഫ്ലോറിൽ നിന്ന് ഇറങ്ങും. അല്ല, അത് അദ്ദേഹത്തിന് ഒരു ഖ്യാതി ഉള്ളതാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു MG. അവിടെ അടുത്ത കുട്ടി സ്റ്റേജിൽ റെഡിയാണ് പാടാനായിട്ട്, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ടോപ്പ് സിംഗറിന്റെ വേദിയിൽ നിന്ന് MG ശ്രീകുമാർ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇവിടെ ഫ്ലവേഴ്സ് 1 കോടി നടക്കുന്നത് കണ്ടു. പങ്കെടുക്കുന്നതോ സാക്ഷാൽ ജഗദീഷ്. അതെ. അപ്പോൾ അദ്ദേഹം ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാ. താങ്ക് യു മിസ്റ്റർ MG ശ്രീകുമാർ, താങ്ക് യു. ഇനി ജഗദീഷ്, ഡോണ്ട് ഗെറ്റ് ഷോക്ക്. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 1 ലക്ഷം. കൈ അടിക്കൂ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പൈസ അല്ലെങ്കിൽ പോലും കൈ അടിച്ചോളൂ. 1 ലക്ഷം രൂപയുടെ ചോദ്യം ഇതാണ്. നിങ്ങൾ നന്നായിട്ട് കണക്ക് പിടിച്ച ആളാണല്ലോ. നിങ്ങളൊരു ബോട്ടിന്റെ വക്കത്ത് കാലും പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അതാണ് സിറ്റുവേഷൻ. വെള്ളത്തിൽ നിന്നും 1 അടി ഉയരത്തിലാണ് നിങ്ങളുടെ കാലുകളിപ്പോൾ. പുഴയുടെ ജലനിരപ്പ് ഓരോ മിനിറ്റിലും 10 സെന്റിമീറ്റർ വീതം ഉയരുന്നു. എങ്കിൽ നിങ്ങളുടെ കാലിൽ വെള്ളം തൊടാൻ എത്ര സമയമെടുക്കും? വെള്ളത്തിൽ നിന്ന് 1 അടി ഉയരത്തിലാണ് നിങ്ങളുടെ കാലുകൾ. പുഴയുടെ ജലനിരപ്പാണെങ്കിൽ ഓരോ മിനിറ്റിലും 10 സെന്റിമീറ്റർ വീതം ഉയർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാലിൽ വെള്ളം തൊടാൻ എത്ര സമയമെടുക്കും? ബുദ്ധി ഉപയോഗിക്കേണ്ട ചോദ്യമാണ്. കണക്ക് വെച്ച് മാത്രം പരീക്ഷിക്കരുത്. കാലിൽ വെള്ളം തൊടൂല. കാല് വെള്ളം തൊടൂലേ? എന്താ അത്? വെള്ളത്തിന്റെ ലെവൽ ഉയരുന്നതനുസരിച്ച് ബോട്ടും ഉയരൂലേ? അതോടാ കളി അല്ലേ? അല്ല, 1 അടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കൺവേർഷൻ ഒക്കെ ആദ്യം ആലോചിച്ചു. 1 അടി എത്ര സെന്റിമീറ്റർ എന്നൊക്കെ ആലോചിച്ചു. അത് അങ്ങനെ ഒരു സംഭവം കോംപ്ലിക്കേഷൻ പിന്നീടാണ്. അപ്പൊ റിഗ്രറ്റ് ടു ഇൻഫോം യു, 1 ലക്ഷം രൂപ കിട്ടി. അപ്പൊ എന്തായാലും താങ്ക് യു. അല്ലേ, ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ സിംഹവാലൻ മേനോൻ ആ സിനിമ നമ്മൾ ഇന്നും ഓർമ്മിക്കും. കാര്യം എന്താ, മധുസാറിന്റെ അടുത്ത് ചെല്ലുമ്പോഴേ നിങ്ങൾ മലയാള അധ്യാപകനായിട്ട് ഭാഷാജാനിയാണ്. മലയാളത്തിൽ മാത്രം സംസാരിക്കുന്ന മധുസാറിന്റെ കഥാപാത്രമാണ് മേനോൻ സാറ്. അവിടെ ജോലി കിട്ടണമെങ്കിൽ മലയാളം മാത്രമേ സംസാരിക്കാവൂ. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മലയാളം മാത്രം സംസാരിക്കുന്ന ആളായിട്ട് ജോലി തേടി പോകുന്ന ഹരിപ്രസാദ്. ആൾക്കാർ മറന്നിട്ടില്ല, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ്, അതിപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കളി? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ 2-3 ചോദ്യം ചോദിക്കാം. ചുമ്മാ ഒരു ഇതിന് സ്വിച്ചിന്റെ മലയാളം. വിദ്യുത് ശക്തി ഗമനാഗമന നിയന്ത്രണ കേന്ദ്രം. സെൻസസ്. കന്യാകുമാരി. എക്സ്പ്രസ് ബസ്. ഹരിതവർണ്ണ ത്വരിതഗമന ചതുർചക്ര ശകടം. ഗണേഷ് കുമാർ തിരുത്തും. എന്റെ വണ്ടിക്ക് 6 വീലുണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ഇപ്പൊ എന്താ ചെയ്യാ, നമ്മളിത് 4 പറയുന്നത്. അതിനകത്ത് നിങ്ങൾ മലയാളം തന്നെ പറയുമല്ലോ. അതെ. നിങ്ങൾ ഒരു ദിവസം എത്ര കോൾ വരും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ? ഒരു 3 പ്രാവശ്യം എനിക്ക് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ വരാറുണ്ട്. അത് നൈറ്റ് ആണോ, ഡേ ആണോ? പകലാണ്. ഇൻകമിംഗ് ആണോ, ഔട്ട് ഗോയിങ് ആണോ? പലപ്പോഴും അവരിങ്ങോട്ടാണ് വിളിക്കാറുള്ളത്. മെസ്സേജ് അയക്കാറുണ്ടോ? സന്ദേശങ്ങൾ അയക്കാറില്ല. വീഡിയോ കോൾ ചെയ്യാറുണ്ടോ? ഞാൻ അത്തരത്തിലുള്ള ഒരു സന്ദേശവും അയക്കാറില്ല.
നിങ്ങളിപ്പോ പെട്ടുപോയത് കേട്ടോ. ഏത് നിമിഷവും പെടാവുന്നുള്ള കാര്യമാണ്. സാധ്യതയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യം. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 2 lakhs. വെൽ ഡൺ മിസ്റ്റർ ജഗദീഷ്. Okay. ഒരു കൈ താങ്ക് യു. സഹായം. Thank you, ഓക്കെ, 2 ലക്ഷം രൂപയുടെ ചോദ്യം. ചോദ്യം ഇതാണ്: കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോയ ഒരു വിമാനം കേരള ആന്ധ്ര അതിർത്തിയിൽ തകർന്നുവെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനായുള്ള ഉത്തരവാദിത്വം ഏത് സംസ്ഥാനത്തിന്റെ ആയിരിക്കും? കൊച്ചിയിൽ നിന്നും ഹൈദരാബാദിലേക്ക് ആ, പോയ വിമാനം കേരള ആന്ധ്ര അതിർത്തിയിൽ തകർന്നു എങ്കിൽ രക്ഷാപ്രവർത്തനത്തിനുള്ള ഉത്തരവാദിത്വം ഏത് സംസ്ഥാനത്തിനാകും? കേരള ആന്ധ്ര അതിർത്തി ഇല്ലല്ലോ. അത് തന്നെ ഉത്തരം. കൂടി അല്ലേ? യെസ്. ഞാൻ നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്ന ജോഗ്രഫി വശമാണ്, അക്കൗണ്ടൻസി മാത്രമല്ല. അല്ല, നമുക്ക് അയൽവക്കം എന്നുള്ളത് ആ. കർണാടകയും ആ. തമിഴ്നാടുമാണ്. ആ. അത് ഉറപ്പാണ്. അല്ല, ആന്ധ്ര വെച്ച് കളിക്കണ്ട. ആന്ധ്ര വെച്ച്, Okay. ആന്ധ്ര അപ്പുറത്തോട്ട് അപ്പൊ 2 ലക്ഷം രൂപ കൈ കിട്ടിയിരിക്കുന്നു. ഓക്കെ 2 lakhs. ഓക്കെ. ജഗദീഷ് ജി, ഇനി നമ്മൾ 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 3 lakhs. ഓക്കെ, എനിക്ക് ദുഃഖമാ ഈ കൈയടിക്കുന്ന കേൾക്കുമ്പോഴേ. കാര്യം നിങ്ങൾ ചിലപ്പോൾ ഇത് ആലോചിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യം ഇതാണ്: കരയിലാണ് എന്റെ ജനനം, കടലിലാണ് എന്റെ താമസം, എന്റെ വയറ്റിലാകുന്ന മനുഷ്യൻ പോലും മരിക്കാറില്ല. ആരാണ് ഞാൻ? കരയിലാണ് എന്റെ ജനനം, കടലിലാണ് എന്റെ താമസം, എന്റെ വയറ്റിലാകുന്ന മനുഷ്യൻ പോലും മരിക്കാറില്ല. ആരാണ് ഞാൻ? ഇത് ഫാക്റ്റാണ്, സൂത്രപ്പണിയൊന്നുമല്ല. ആ, നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ലൈഫ് ലൈൻ ഉണ്ട്. 2 ലൈഫ് ലൈൻ ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ. PSC രാജുവിനോട് ചോദിക്കാം. PSC രാജു ഇതൊരു tough ചോദ്യമാണ്. സൂപ്പർ കക്ഷിയാട്ടോ PSC രാജു. Tough കാരണം ചോദ്യം. അദ്ദേഹത്തിന് വാശിയും വൈരാഗ്യമുള്ള മനുഷ്യൻ. പ്ലീസ് കണക്ട് ടു PSC രാജു. ഇത് ഞാൻ ആ PSC രാജു ചോദിക്കട്ടെ? PSC രാജു ചോദിച്ചോളൂ. കരയിലാണ് എന്റെ ജനനം, കടലിലാണ് എന്റെ താമസം, കടലിലാണ് എന്റെ താമസം, ആ, എന്റെ വയറ്റിൽ വന്നാലും ആ. മനുഷ്യൻ മരിക്കില്ല. അതെ, ഓക്കേ, എനിക്ക് അതാണ് ചോദ്യം. അപ്പൊ നമ്മള് PSC രാജു, നിങ്ങൾ PSC പരീക്ഷയൊന്നും പിന്നെ എഴുതിയില്ലല്ലോ. എഴുതരുത്, നിങ്ങൾ എഴുതിയാ ജയിക്കില്ല, അറിയാലോ. ഓക്കെ, അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഉത്തരവുണ്ട്, അത് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നില്ല. ആ. രാജു പറയുന്ന ഉത്തരവായിരിക്കും ഞാൻ കമ്മിറ്റ് ആ. ചെയ്യാം. എന്റെ മനസ്സിൽ കപ്പൽ എന്നൊരു ഉത്തരവുണ്ട്. ആ. അത് ശരിയാണോ അല്ലെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ജഗദീഷേട്ടാ, ആ ആ കപ്പലിനങ്ങ് വെച്ച് കാറ്റ് അതിന് മുമ്പേ നമ്മളൊരു മുങ്ങി കൂടെ അങ്ങ് ചേർത്തോ. നിങ്ങൾ മുങ്ങാൻ മുടിയനാണല്ലോ. അതെ. ഓക്കെ ഓക്കെ. ആ. അപ്പൊ മുങ്ങിക്കപ്പൽ. താങ്ക് യു PSC രാജു. താങ്ക് യു. ആരോഗ്യത്തോടെ ഇരിക്കുന്നല്ലോ. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. ഇപ്പൊ ആ. ടെസ്റ്റിനൊന്നും പോണില്ലല്ലോ, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പാ. കുട്ടികൾ നല്ല ഫീസ് വാങ്ങിക്കുന്നുണ്ടല്ലോ. കുട്ടികളെ നിന്നൊക്കെ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഒരു വാർത്ത ഞാൻ ഓർമ്മിപ്പിക്കാം, വാർത്ത നിൽക്കുകയുണ്ട്. ആ. ഇന്ന് ഒരു പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥി തല്ലി. അതെ. അത് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, Okay, റെഡി. താങ്ക് യു. അപ്പൊ PSC രാജു, PSC രാജുവിന് 50% ക്രെഡിറ്റ്. ഞാൻ പകുതി ഉത്തരം ഞാൻ പറഞ്ഞു. അല്ല, അത് പറഞ്ഞു നിങ്ങളെ കപ്പലെന്ന് പറഞ്ഞു അല്ലേ? കുറച്ച് പുള്ളി ബുദ്ധി മുങ്ങിയത് ഞാൻ മാത്രമേ apply ഉള്ളൂ. മുങ്ങിക്കപ്പലാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ Okay. 3 ലക്ഷം രൂപയായി. അതെ. ഇനി നിങ്ങൾ ഞെട്ടരുത്, ഞാൻ ഞെട്ടും. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 5 lakhs. അപ്പൊ ചോദ്യം, ക്വസ്റ്റ്യൻ പ്ലീസ്. ചിലപ്പോൾ നിങ്ങൾ പറയും എന്നെനിക്ക് സംശയമുണ്ട്. ചോദ്യം ഇതാണ്: 1 മുതൽ 100 വരെ എത്ര 9 ഉണ്ട്? എണ്ണാലോ? എണ്ണാമെങ്കിൽ എണ്ണിക്കോ, പക്ഷേ പെട്ടെന്ന് ഒരുപാട് സമയം തരാൻ പറ്റത്തില്ല കേട്ടോ. യെസ്. ഓക്കെ, കിട്ടിയോ? 20. 20 ശരിയായിരിക്കുമോ? മിസ്റ്റർ ജഗദീഷ്, യു ആർ റോങ് എന്ന് പറയാൻ പറ്റത്തില്ല. ഉത്തരം ശരിയാണ്. ഇത് പരീക്ഷാളി ഇരിക്കുന്നതല്ലോ. 1, 2, 3 എല്ലാം എണ്ണി കൃത്യം. ഓക്കെ, അപ്പൊ എത്രയാ എത്തിയത്? 5 ലക്ഷം എത്തി. 5 lakhs. അതിനൊരു പ്രത്യേകിച്ച് കേടി. 5 ലക്ഷം. അതിൽ ചാരിറ്റി എലമെന്റ് ഇല്ലല്ലോ. ഇല്ല. ബഹുദൂരം പോണം അല്ലേ? കോടിയിൽ എത്തണം. ഈ 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 10 lakhs. ഇൻ കേസ് നിങ്ങൾ പറഞ്ഞ് തെറ്റിച്ചാലുള്ള അപകടം അറിയാമല്ലോ. നേരത്തെ പറഞ്ഞതിന്റെ 10% വീട്ടിൽ കൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ വെറും 50,000 രൂപ കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. ഇനി നിങ്ങൾ ഉത്തരം പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഓക്കെ, MG ശ്രീകുമാർ ഒരു കോംപ്ലിമെന്റ് ഒക്കെ പറഞ്ഞായിരുന്നു. പണത്തിന്റെ കാര്യത്തിൽ വളരെ ക്ലവറാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ അതല്ല പിൻവാങ്ങിയാൽ നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ കിട്ടും. അതല്ലെങ്കിൽ മത്സരത്തിൽ തുടരുകയാണെങ്കിൽ 10 ലക്ഷം രൂപയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ പോവാല്ലേ? പിൻവാങ്ങുന്നില്ലല്ലോ. ഇല്ല. ഓവർ കോൺഫിഡൻസ് ആണെന്നാ പറഞ്ഞത്. ഇല്ല. അതിന് വിട്ട ആത്മവിശ്വാസമാണെന്നാ പറഞ്ഞത്. ഓക്കെ, റെഡി. ക്വസ്റ്റ്യൻ.
ചോദ്യം ഇതാണ്: ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ഏതാണ്? ഇത് സയന്റിഫിക് ചോദ്യം തന്നെയാണ്. ഈ മൃഗത്തിന് നേരെ നോക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഈ മൃഗത്തിന്റെ പ്രശ്നം. ആകാശത്തേക്ക് തല ഉയർത്തി നോക്കാൻ പറ്റാത്ത മൃഗമാണ്. നാട്ടിലിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെയൊക്കെ ഇപ്പൊ മനസ്സിലാലോചിച്ച് കാണുമായിരിക്കും അല്ലേ? വയനാട്, ഇടുക്കി, പത്തനംതിട്ട എല്ലാം ആലോചിച്ചു. അതെ. കിട്ടിയോ? എന്നിട്ട് ഇല്ല, കിട്ടുന്നില്ല. സിംഹമായാലും കടുവായിരുന്നാലും ആനയായിരുന്നാലും പോത്തായിരുന്നാലും കണ്ടാമൃഗമായിരുന്നാലും എരുമയായിരുന്നാലും എല്ലാം ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇങ്ങനെ നോക്കാൻ പറ്റും. ഇങ്ങനെ നോക്കാത്തത് ഓഡിയൻസിന്റെ സഹായം വേണം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതായത് ആകാശത്തേക്ക് നോക്കാൻ പറ്റാത്ത മൃഗം ആലുവ പരിസര പ്രദേശങ്ങളുണ്ടോ? കിട്ടുന്നുണ്ടോ? ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ? കാണ്ടാമൃഗം. കാണ്ടാമൃഗോ? അല്ലല്ലേ. ആകാശത്തേക്ക് നോക്കും, നോക്കത്തില്ല. തൊലിക്കെട്ടി കുറച്ച് കൂടുതലാ എന്ന് മാത്രമേ ഉള്ളൂ. ആകാശത്തോട്ടൊക്കെ നോക്കും. അപ്പൊ അവര് കാണ്ടാമൃഗത്തിലെത്തി നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്താ തെറ്റ് പറഞ്ഞ് 10% താഴോട്ട് പറഞ്ഞു വാഴുന്നു. 50,000 രൂപയിലേക്ക് താഴോട്ട് പോകും. ഇനിയിപ്പം അങ്ങനെ വന്നാൽ 50,000 രൂപ കിട്ടും. ശരിയായിട്ടുള്ള ഒരു സംശയമുണ്ട്. എന്നാൽ പോലും ബുദ്ധിപരമായിട്ട് കളിക്കുകയാണ്. ഞാൻ പിൻവാങ്ങുകയാണ്. ഡിപ്ലോമാറ്റിക് അല്ലേ? പൈസ എനിക്കൊരു സംശയമുണ്ട്, പക്ഷെ ഞാൻ അത് കമ്മിറ്റ് ചെയ്യുന്നില്ല. തെറ്റിപ്പോയാൽ പോയില്ലേ? പോയി, തീർച്ചയായിട്ടും പോയി. അപ്പൊ തെറ്റി അല്ല, ഞാൻ പിൻവാങ്ങിയിട്ട് ഒരു ഉത്തരം നിങ്ങൾ പിൻവാങ്ങി. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. മിസ്റ്റർ ജഗദീഷ്, നിങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ഓക്കെ. ഇനി ഒരു ഉത്തരം പറയും. സ്ട്രക്ചർ വെച്ച് മണ്ണിൽ എപ്പോഴും പുതഞ്ഞിരിക്കുന്ന പന്നിയാണോ? പന്നിയല്ല, പന്നിയാണ്. ഇത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ആ പന്നിയായിരുന്നു. 10 ലക്ഷം കൊണ്ട് പോയതല്ലേ? ഓക്കെ. എന്നാ ഇപ്പോൾ കയ്യിലിപ്പോൾ എത്രയുണ്ടെന്ന് അറിയാമോ? 2.5 ലക്ഷം രൂപ കയ്യിലുണ്ട്. 2.5 lakhs. അപ്പൊ എന്തായാലും അതും ഒരു ചെറിയ കാര്യമല്ല അല്ലേ? പടമൊക്കെ അഭിനയിച്ച പക്ഷെ അതിൽ കൂടുതൽ കാശോ കിട്ടുമല്ലോ. നമ്മുടെ റേറ്റ് പുറത്തു പറയണ്ടല്ലേ? മോഹൻലാലിന് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടിയിൽ നിന്ന് നിങ്ങളുടെ ശമ്പളത്തിന്റെ ക്ലൂ ആണോ ഈ പറയുന്നത്? അതെ. മോഹൻലാലിന് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ ഇരട്ടി, അതിന്റെ 10% എടുത്തിട്ട് മമ്മൂക്ക വാങ്ങുന്നതിന്റെ ശമ്പളത്തിന്റെ 20% കൂട്ടി അതിൽ നിന്നും ഫഹദ് ഫാസിൽ വാങ്ങുന്ന ശമ്പളം കുറച്ചാൽ എന്റെ ശമ്പളമായി 950 രൂപയാണ്. അത് കാൽക്കുലേറ്റ് PSC രാജുവോട് ചോദിക്കേണ്ടി വരും. എന്റെ പെട്ടെന്ന് എന്റെ കണക്ക് ബോധം വെച്ച് 950 വന്നത്. അത് അവരവരുടെ മനസ്സിൽ കിട്ടുന്ന ഉത്തരവാണ്. ശരിയാ, അതാണ് ശരി അല്ലേ? ജഗദീഷ്, വളരെ സന്തോഷം. ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. കുറച്ച് കാലത്തിന് ശേഷം ഇത്രയും ദൈർഘ്യത്തിൽ ഞാനും സംസാരിച്ച ദിവസമില്ല. അപ്പൊ അത്രയും കൂടുതൽ നിങ്ങൾ സംസാരിച്ചു. വെരി എന്റർടൈനിങ്, വളരെ ലൈവ്ലി ആയിരുന്നു. നമ്മളിത് പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്യാതെ പ്ലാൻ ചെയ്തിട്ടില്ല. ആയിരുന്നു. വളരെ രസകരമായിട്ടുള്ള കുറെ നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയതാണ്. അത് ഞങ്ങളുടെ എന്താ പറയാ, അനർഗളം നിർഗളിക്കുക എന്നൊക്കെ പറയുന്നത്. അതെ, അങ്ങനെ വന്നതാണ്. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ല. ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി എന്ന ഈ പ്രോഗ്രാം പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് നിങ്ങളെല്ലാവരെയും നല്ല രീതിയിൽ രസിപ്പിക്കും. അതേപോലെ തന്നെ രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അതിൽ നിങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ ചോദ്യ രൂപേണ ഉണ്ടാകും. അതിനൊക്കെ തന്നെ തയ്യാറായിരിക്കുക. ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ഗ്രേറ്റ്. അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് യതീഷി. അപ്പൊ നമ്മള് ചെക്ക് 2.5 ലക്ഷം രൂപയുടെ ചെക്ക് നിങ്ങൾക്ക്. സന്തോഷം. ഇനിയൊരു സർട്ടിഫിക്കറ്റ്. നമ്മുടെ സന്തോഷം. അപ്പോ സന്തോഷം. താങ്ക് യു. വീണ്ടും നമ്മൾ കാണും. വീണ്ടും. താങ്ക് യു, താങ്ക് യു. ഇപ്പൊ മനസ്സിലായില്ലയോ ജഗദീഷ് ഒരു സർവകലാ വല്ലഭനാണെന്ന്? ഇനിയും വേണമെങ്കിൽ കുറച്ച് മണിക്കൂറുകൂടി ഇവിടെ നിന്നാൽ ഈ സദ്യ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റൊരു സദ്യയ്ക്കായി ആൾ വരാൻ സമയമായി. മറ്റൊരു മത്സരാർത്ഥിയുമായി അടുത്ത ദിവസം നമ്മൾ കണ്ടുമുട്ടും. ഗുഡ് ബൈ.